ഒന്ന്, സമൂഹം നമ്മളെ വിലയിരുത്തുന്നുണ്ട്. ഉം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലക്ക് അതെ അതെ എന്നെ നാട് വിലയിരുത്തുന്നുണ്ട്. അതെ അതെ അപ്പോൾ ആ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിനക്ക് തോന്നൽ വന്നു എന്നെപ്പറ്റി ഒരു പാട്ട് എഴുതണം. ഉം, ഉം. പുറച്ചേരി കലാസമിതിക്കാർ തോന്നുന്നു ആ പാട്ട് ഒന്ന് പശ്ചാത്തല സംഗീതം കൊടുത്ത് പാടിക്കണമെന്ന് തോന്നുന്നു. ഉം. ഞാൻ അവരോട് ആവശ്യപ്പെട്ടില്ല, നിന്നോട് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ നീയോ കലാസമിതിക്കാരോ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ അന്ന് ഉം. പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഉം, ഉം, ഉം. ഇപ്പോൾ എന്നെപ്പറ്റി പല സ്ഥലത്തും ഫ്ലക്സ് ബോർഡുകൾ വന്നു. ഉം. ഇപ്പോൾ വന്നല്ലോ. ഉം. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുറന്നു ഉം. പല സ്ഥലത്തും ഫ്ലക്സ് ബോർഡുകൾ വന്നിരുന്നു. അതെ, അതെ. വന്നു. എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉം. സോഷ്യൽ അദ്ദേഹത്തെ മീഡിയയിൽ വിളിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ബോർഡുകൾ വന്നു. അപ്പോൾ അതിലും ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആരോടും ഉം. ഫ്ലക്സ് ബോർഡ് വെക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടില്ല. ഉം. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതെ 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 ഉടനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ബോർഡ്. അവർ തന്നെ അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഉം. അക്കാര്യത്തിൽ ആർക്കെന്ത് തോന്നുന്നു എന്നുള്ള വിഷയമൊന്നും എനിക്കില്ല. ഉം. പിന്നെ ബിജു പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ആളുകളോട് ആരാധന തോന്നിക്കഴിഞ്ഞാൽ അത് പലതരത്തിൽ പ്രകടിപ്പിക്കും. വിരോധം തോന്നിയാൽ അതും പ്രചരിപ്പിക്കും. രണ്ടും ഉണ്ട്. എൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ പറഞ്ഞില്ല, എന്നെപ്പറ്റി തെറ്റായ ഒരു പ്രതീതി നിർമ്മാണം നടത്തി എനിക്കെതിരായിട്ട് എന്തെല്ലാം മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട്. മറ്റേ കൈയും വെട്ടും, ഒരു കൈ പ്രവർത്തനക്ഷമം അല്ലാതാക്കി മറ്റേ കൈയും വെട്ടുന്നുകൊണ്ട് പിന്നെ യമരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകടനം നടത്തുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പലയിടത്തും. ബിജുവിന് അറിയാലോ. അതെ അതെ. അപ്പോൾ ഇപ്പുറത്ത് പുകഴ്ത്തൽ, അതുകൊണ്ട് പുകഴ്ത്തി പറയാം. ഇത് രണ്ടും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിക്ക് എന്നെ ഏത് മേഖലയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതനുസരിച്ച് വരും.